PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC നടത്തിയ മുൻവർഷ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായി പോകുന്നത്. എല്ലാവരും ഒരു PSC പരീക്ഷ എഴുതുന്ന പ്രാധാന്യത്തോടെ ഈ ചോദ്യപേപ്പർ ചെയ്യാൻ ശ്രമിക്കുക. ഈ രീതി പിന്തുടർന്നാൽ തീർച്ചയായും വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS, 10th പ്രിലിംസ്, VFA, വെബ്കോ, LDC തുടങ്ങിയ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് നേടാൻ സാധിക്കും. അതുപോലെ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആരാണ്? ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആരാണ്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ് ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയത്. രണ്ടാമത്തെ ചോദ്യം: കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആരാണ് കേരള സിംഹം എന്ന കൃതി രചിച്ചത്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറാണ് കേരള സിംഹം എന്ന കൃതി രചിച്ചത്. മൂന്നാമത്തെ ചോദ്യം: ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാനാണ് K. ശിവൻ. K. ശിവനാണ് ചന്ദ്രയാൻ 2ന് നേതൃത്വം നൽകിയത്. നാലാമത്തെ ചോദ്യം: ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാല ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി, ബോംബെ സർവകലാശാല. ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ് സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത്. അഞ്ചാമത്തെ ചോദ്യം: വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘാടനാണ് വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന. ആറാമത്തെ ചോദ്യം: നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. അപ്പോൾ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. സുമൻ ബെറിയാണ് നിലവിലെ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ. CEO ആയിട്ട് വരുന്നത് BVR സുബ്രഹ്മണ്യൻ. നിലവിലെ CEO ആണ് BVR സുബ്രഹ്മണ്യൻ. ഏഴാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ചരക്കു സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ ചരക്കു സേവന നികുതി നിലവിൽ വന്നത് എപ്പോഴാണ്? ജൂലൈ 1, 2017. 2017 ജൂലൈ 1-നാണ് GST ഇന്ത്യയിൽ നിലവിൽ വന്നത്. എട്ടാമത്തെ ചോദ്യം: 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരനാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് 2019 ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. ഒമ്പതാമത്തെ ചോദ്യം: ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ കായിക താരമാണ് നീരജ് ചോപ്ര. നീരജ് ചോപ്രയ്ക്കാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം കരസ്ഥമാക്കിയത്. പത്താമത്തെ ചോദ്യം: സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉണർവ്. ഉത്തരം ഓപ്ഷൻ ബി, ഉണർവ്. ഉണർവാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്. 11ാമത്തെ ചോദ്യം:
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ സമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ തീരസമതലമാണ്. പടിഞ്ഞാറൻ തീരസമതലം. 2. താരതമ്യേന വീതി കുറവ്. ഇതും തെറ്റാണ്. കിഴക്കൻ തീരസമതലത്തിന് താരതമ്യേന വീതി കൂടുതലാണുള്ളത്. അപ്പോൾ വീതി കുറവ് ഏത് തീരസമതലത്തിനാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിനാണ് വീതി കുറവുള്ളത്. 3. ഡെൽറ്റകൾ കാണപ്പെടുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. കിഴക്കൻ തീരസമതലങ്ങളിലാണ് പ്രധാനമായും ഡെൽറ്റകൾ കാണപ്പെടുന്നത്. 4. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയുത്തരമാണ് നമ്മളോട് ചോദിച്ചത്. ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി 3ഉം 4ഉം ശരിയാണ്. 12ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെറ്റു. മൗണ്ട് കെറ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. 13ാമത്തെ ചോദ്യം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഗോദാവരിയാണ് ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. 14ാമത്തെ ചോദ്യം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് മുംബൈ. മുംബൈ ആണ് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. 15ാമത്തെ ചോദ്യം. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ്? കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3. 16ാമത്തെ ചോദ്യം. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. 17ാമത്തെ ചോദ്യം. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? കൽക്കരി. അപ്പോൾ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? സൗരോർജം, വേലിയോർജം, ജൈവവാതകം. ഇവയെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. 18ാമത്തെ ചോദ്യം. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കു വ്യവസായശാല ഏതാണ്? പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കു വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കു വ്യവസായശാല. 19ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശമാണ് ഡിഗ്ബോയ്. ഉത്തരം ഓപ്ഷൻ സി ഡിഗ്ബോയ്. 20ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. 21ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. അപ്പോൾ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? 1. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ.
പൊതുനിയമനങ്ങളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, പൊതുനിയമനങ്ങളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഇവയെല്ലാം സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. 22ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ഭാഗം 4A. ഭാഗം 4Aയിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചത്. 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ്? ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ്? വെള്ള. വെള്ള നിറം. ഉത്തരം ഓപ്ഷൻ ഡി, വെള്ള നിറം. 1950 ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? 1950 ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദി ഭാഷയ്ക്ക്. ഹിന്ദി ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്. 25ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. 26ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമാണ് 1993. 1993-ലാണ് പാർലമെന്റ് ദേശീയ മനുഷ്യാവകാശ നിയമം പാസാക്കിയത്. 27ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 28ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല എന്നതാണ്. 29ാമത്തെ ചോദ്യം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955-ലാണ്. 1955-ലാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. 31. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1. 1923-ൽ സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. ഇത് ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അപ്പോൾ സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് 1923-ൽ സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്. 2. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന സംഘടന രൂപീകരിച്ചു. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. ഇതും ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. 3. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ഭഗത് സിംഗ് ആണ്. ഇത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അപ്പോൾ ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 2ഉം. 1ഉം 2ഉം. 32ാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. 1. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ
ഇവരെല്ലാം ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചിരുന്നില്ല. ഇവരെല്ലാം ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ എതിർക്കുകയാണ് ഉണ്ടായത്. 3. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മളോട് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. 33-ാമത്തെ ചോദ്യം. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഇത് ശരിയായ പ്രസ്താവനയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. 2. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നുണ്ട്. ഇത് ശരിയായ പ്രസ്താവനയാണ്. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. 3. ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പുസ്തകമാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. 4. നയിം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. ഇത് തെറ്റാണ്. നയിം താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ്. ഗാന്ധിജി. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ശരി ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. 34-ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി 3 മാത്രം. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഇവയെല്ലാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ്. 35-ാമത്തെ ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ ഏതാണെന്ന് നോക്കാം. 1. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. ഇത് ശരിയാണ്. 2. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. ഈ പ്രസ്താവന മുകളിലെ പ്രസ്താവനയുമായി യോജിക്കാത്ത പ്രസ്താവനയാണ്. 3. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. ഇത് ശരിയായ പ്രസ്താവനയാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. 4. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. നമ്മളോട് ചോദിച്ചത് യോജിക്കാത്തവ കണ്ടെത്താനാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 2 മാത്രം. 36-ാമത്തെ ചോദ്യം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. ഇത് ശരിയായ ജോഡിയാണ്. നേഷൻ ആരുടേതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. 2. വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായ്. ഇത് തെറ്റാണ്. തെറ്റായ ജോഡിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായി നവറോജിയുടേതാണ്. 3. വന്ദേ മാതരം. വന്ദേ മാതരം ദാദാഭായി നവറോജിയാണ് തന്നത്. അത് തെറ്റാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടേതാണ്.
ലാലാ ലജ്പത് റായ്. 4. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ഇത് ശരിയായ പ്രസ്താവനയാണ്, ശരിയായ ജോഡിയാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകിൻ്റെ പത്രങ്ങളാണ്. അപ്പോൾ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1ഉം 4ഉം മാത്രം. 1ഉം 4ഉം. 37-ാമത്തെ ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായി ജോഡി കണ്ടെത്തുക. ദേശീയ പ്രസ്ഥാനങ്ങൾ. 1. ഗദ്ദാർ പാർട്ടി, ചന്ദ്രശേഖർ ആസാദ്. ഇത് തെറ്റാണ്. 2. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, സിയാദാസ് മോത്തിലാൽ നെഹ്റു. ഇതും തെറ്റാണ്. 3. ഫോർവേഡ് ബ്ലോക്ക്, സുഭാഷ് ചന്ദ്രബോസിൻ്റേതാണ്. ഇത് ശരിയാണ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റേതാണ്. 4. AITUC, MN ജോഷി, ലാലാ ലജ്പത് റായ്. AITUC MN ജോഷിയുടെയും ലാലാ ലജ്പത് റായിയുടെയാണ്. ശരിയായ ജോഡിയാണ്. 4 ശരിയാണ്. അപ്പോൾ നമ്മളോട് ശരിയായ ജോഡികളാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി 3ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 38-ാമത്തെ ചോദ്യം. ദാദാഭായി നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായി നവറോജിയാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായി നവറോജിയാണ്. ഇതും ശരിയാണ്. 3. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ് ദാദാഭായി നവറോജി. ഇതും ശരിയായ പ്രസ്താവനയാണ്. 4. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. INCയുടെ ആദ്യ പ്രസിഡന്റാണ് WC ബാനർജി. WC ബാനർജിയാണ് INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. 39-ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 2. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം, ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ. ഇത് ശരിയായ പ്രസ്താവനയാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം നടത്തിയത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ നേതൃത്വത്തിലാണ്. 3. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഇത് ശരിയായ പ്രസ്താവനയാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. 4. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം, 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം. 40-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1. അരുണ ആസിഫ് അലി, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തകയായിരുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. മാഡം ബിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത്
മാഡം ഭിക്കാജി കാമയാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. പണ്ഡിത രമാഭായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചത്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.